എക്സാം ഉണ്ടായിരുന്നടാ? ടഫായിരുന്നു. നിനക്കോ? എനിക്ക് അങ്ങനെയൊക്കെ തന്നെ. പാസ്സാവോടാ? ആ, ദൈവത്തിനറിയാം. ഇനി എല്ലാ ദിവസവും എക്സാം റിസൾട്ട് പറഞ്ഞവരെ നേർച്ചിടേണ്ടി വരും തോന്നുന്നു. അത് മാത്രമുള്ള രക്ഷ. ഓക്കെ കാത്തി, എന്റെ ആ കമ്മലുണ്ട്, ആ സ്വർണ്ണ കമ്മല് നീ അത് എവിടെ വെച്ചേന്? ഞാൻ കുളിക്കുന്ന സമയത്തൊന്ന് ഊരി വെച്ചാ. ഒരു കാര്യം, നീ അവിടേക്ക് നോക്കത്. നോക്കീന്നേ? അവിടെ നോക്കിയോ? ആ നോക്കി, കാണാനില്ല. ഷോ, എന്ത് ചെയ്യും? അന്നൊരു കാര്യം ചെയ്യ്, സെയിന്റ് ആന്റിയോട് പ്രാർത്ഥിച്ചാൽ മതി, കാണാതായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു തരും. ആണല്ലേ? അപ്പൊ എന്നാ അങ്ങനെ പ്രാർത്ഥിക്കും. എന്റെ പുണ്യാളാ. എന്തായി ബ്രോ, നടക്കുവോ? എന്താകാനാടാ, എനിക്ക് തോന്നാനുള്ള ഇനി നടക്കുമെന്നും. ആളുടെ വീട്ടിലൊക്കെ ആകെ സീനായി. എനിക്ക് തോന്നാനുള്ള ഇനി നടക്കുമെന്നും. ഇറ്റ്സ് ഇമ്പോസിബിൾ. എടാ നീ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് പ്രേ ടു സെയിന്റ് ജൂഡ്, എല്ലാം നടക്കും. പേടിക്കണ്ട. ആണോ? പിന്നല്ലാതെ. Hey everyone, I'm Nishal. I'm Sen. I'm Joanna. And I'm Nevin. And we call him The Dude. It's me, yeah. So guys, what's up? Hope you're all doing good. Great. Perfect. As we saw previously, വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്ന രീതി ഞാൻ നോട്ടീസ് ചെയ്തു. I feel like that is that right? അത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? Like, is that right? some point എല്ലാവരും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. ഞാനും പേഴ്സണലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എക്സാമിന്റെ തലേ ദിവസം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക, രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. അത് റോങ് അല്ല. ഐ തിങ്ക് ബെറ്റർ വേസ് ഉണ്ട് പ്രാർത്ഥിക്കാൻ. There are better ways. Okay, fine. ചില അത് നമ്മൾ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണിച്ചതൊന്നും അതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് ടു ഗെറ്റ് സംതിങ് അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ ആ കൾച്ചറിൽ അല്ലെങ്കിൽ ട്രഡീഷന്റെ ഭാഗമായിട്ട് വന്നു പോയിക്കുന്ന ഒരു റോങ് ഇതാണ്. Even I have also prayed like that. എക്സാംസും ഒക്കെ ആ ഒരു ഭാഗത്ത്. That's true. ഞാൻ ഓർക്കണ്ട് +2 എക്സാമിന് മുമ്പ് ഹിന്ദുസ് അടക്കം വല്ലാർവാടം പള്ളിയിൽ പോയി നേർച്ച ചേർന്ന് ചൂലുകൊണ്ട് കടിക്കുന്നു. സോ പാസ്സാകാൻ വേണ്ടി, കാര്യം നടക്കാൻ വേണ്ടി ദൈവത്തിന്റെ അടുത്ത് പോകുന്നു. അത് കഴിയുമ്പോൾ പിന്നെ വഴിക്ക് പോകുന്നില്ല. ഇവിടെ ഇന്റർവ്യൂസിന് പോകുമ്പോൾ ആക്ച്വലി ഇത് നടന്നു കഴിഞ്ഞാൽ ഇത്രയും എഴുതി കത്തിക്കാം, ലൈക്ക് ദാറ്റ് ബ്രൈബിംഗ് ഗോഡ് ഫോർ സംതിങ് ലൈക്ക് എന്തെങ്കിലും കാണാതെ പോയ വിശുദ്ധ അന്തോണിസൂണികളുടെ അടുത്ത് പോവുക. ചിലപ്പോ 8 പവന്റെ മാലയായിരിക്കും പോയത്, അത് കഴിഞ്ഞ് കത്തിക്കുന്ന ഒരു മെഴുകുതിരിയാ. സോ വളരെ ഒരു റോങ് സ്പിരിച്വാലിറ്റി ആണ് ആക്ച്വലി ഇപ്പം നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത്. യൂസിങ് ഗോഡ് ഫോർ ഗെറ്റ് സംതിങ്. Like വെൻഡിങ് മെഷീൻ, മാർക്കറ്റിൽ പോണ സാധനം മേടിക്കുന്ന പോലെ. ആവശ്യമുള്ള സമയത്ത് പോവാ, കടയിൽ നിന്ന് മേടിക്കുക, ആവശ്യം കഴിയുമ്പോൾ ഓക്കെ ബൈ. I mean, that's not wrong. അത് വലിയ തെറ്റൊന്നുമില്ല. We can pray to him. പക്ഷെ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് റോങ് അല്ലേ? ദാറ്റ് കോൺസെപ്റ്റ് ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അതായത് ഇപ്പോൾ എനിക്ക് അസുഖം വന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അസുഖം മാറാനായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണ് നമ്മൾ. അപ്പോൾ പഴയ നിയമം എടുത്താൽ തന്നെ ഇപ്പോൾ സക്സസ്ഫുൾ ആകാനും പൈസ ഉണ്ടാക്കാനും പിന്നെ രോഗം മാറാൻ ഇതിനൊക്കെയുള്ള വചനങ്ങളൊക്കെ പഴയ നിയമത്തിലുണ്ട്. അതിന് യേശുവിൻ്റെ ആവശ്യമില്ല. യേശു വന്ന് കുരിശിൽ മരിച്ചത് എനിക്ക് ഇതിനു വേണ്ടിയല്ല. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയല്ല. I mean, that's true because എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് they don't believe in Jesus and God and all. അവരൊക്കെ എക്സാമിന് ഞാനിങ്ങനെ കുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. ജോലി കിട്ടുന്നുണ്ട്. Questions me, you know. അതിപ്പോൾ സക്സസ്ഫുൾ ആൾക്കാരെ എടുത്താൽ പോലും ഇപ്പം മില്യണേഴ്സ് ഉണ്ട്, ബില്യണേഴ്സ് ഉണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, ഫെയ്ത്ത് ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വൈ ഡു വി പ്രേ ടു ഗോഡ്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു വന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വി ആർ സ്പിരിച്വൽ ബീയിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ക്രൈസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ കൂട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾ, അതായത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണം. അതായത് വൺ ഓഫ് ദ റീസൺ ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി വേൾഡ് ഈസ് പുട്ടിങ് എസ് എ പ്രഷർ, ലൈക്ക് വി നീഡ് എ ജോബ്, വി നീഡ് മണി, വി നീഡ് ഫെയിം, വി ഷുഡ് ലുക്ക് ബ്യൂട്ടിഫുൾ. സോ ഇതിനൊക്കെ വേണ്ടി സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമ്മൾ ദൈവത്തെ പിടിക്കുന്നു. അങ്ങനെ ഒരു വേൾഡ് പോയിന്റിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. They stress this point that you have to be something, otherwise നീ ഒന്നും അല്ല എന്നൊരു. അപ്പോൾ സക്സസ്ഫുൾ ആകണ്ടേ? സക്സസ്ഫുൾ ആവണം എന്നാണ്, പക്ഷെ സക്സസ് ആവരുത് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം.
ഇഫ് യു ലുക്ക് അറ്റ് എനി പീപ്പിൾ, അത് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ വി സീ ദാറ്റ് അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഇസ് നോട്ട് സക്സസ്ഫുൾ. അവരെന്തെങ്കിലും സക്സസ് ആണെന്നുള്ളതല്ല, പക്ഷെ അവരുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഇസ് ദി വെൽഫെയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മേലിന് ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാരാണ്. Actually, we are not like machines, right? We are not machines. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലൈക്ക് റോബോട്ട്സ്, ലൈക്ക് ഗെറ്റ് അപ്പ് എവറി ഏർലി മോർണിംഗ് ആൻഡ് ഡു തിങ്സ്, ഡു ഗോ ടു വർക്ക്. ലോകം അങ്ങനെ കാണിച്ചിരുന്നേക്കണേ വി ഷുഡ് ഡു സർട്ടൻ തിങ്സ് ആൻഡ് ഗോ ഇൻ എ സർട്ടൻ വേ. Actually, we are spiritual beings, no? Like Nisharan said already. So, we are called to be like God. Holiness is our call, not productivity or efficiency. അങ്ങനെ എന്തെങ്കിലും നേടാനോ എന്നോ അല്ല നമ്മൾ വിളി. നമ്മൾ ആയിത്തീരാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവമായി തീരുക, ക്രിസ്തുവായി തീരുക എന്നാണ് നമ്മുടെ അൾട്ടിമേറ്റ് കോൾ ആസ് ക്രിസ്ത്യൻസ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ദ എൻറ്റയർ വേൾഡ് ഈസ് ഗോയിങ് ബിഹൈൻഡ് ഓൾ ദിസ് തിങ്. ഇപ്പോൾ ഐ സ്റ്റഡിഡ് എഞ്ചിനീയറിംഗ്. എന്തോ ഒരു എഞ്ചിനീയർ പിള്ളേർ ഇപ്പോൾ പാസ് ഔട്ടേ വരണേ. ആൻഡ് ദെൻ മൈ ബ്രാഞ്ച് വാസ് മെക്കാനിക്കൽ ആൻഡ് നൗ ദേ വർക്കിംഗ് ഇൻ IT ഫീൽഡ്. ലൈക്ക് they'll do anything just to get there. Like, Sen, you can understand, right? Yeah. Even I have a lot of friends, like, even I have many friends, like, just go behind, like, what world says that is right. And once they get, once they realize that that's not the correct path, എന്തെങ്കിലും വെച്ച് സാറ്റിസ്ഫൈ ആവുന്നു, like, to get money or to be safe in their career, they compromise with the world at last. ഇതെൻ്റെ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ചേച്ചിനെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരാം. ലൈക്ക് ഷീസ് എ ഡോക്ടർ. അപ്പോൾ 30 വയസ്സായിട്ടില്ല, കല്യാണം കഴിഞ്ഞു, 4 മക്കളുണ്ട്. ഇൻ ബിറ്റ്വീൻ അതിനകത്ത് 2 മിസ്കാരേജ് ആയിപ്പോൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 പിള്ളേരുടെ അമ്മയാണ് ബിഫോർ ദി ഏജ് ഓഫ് 30. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ എന്നാലും ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് 5.5 വർഷം പഠിച്ച് ഡോക്ടറായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ അവൾ തന്നെ പറയുകയും ചെയ്തു, എനിക്കാണിത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അൾട്ടിമേറ്റ്ലി മൈ സിസ്റ്റർ ഇസ് ഹാപ്പി. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. അയാൾ സക്സസിൻ്റെ പറയുമ്പോൾ ആ സമയത്ത് പഠിക്കേണ്ടത് പഠിച്ചു. അതിനുശേഷം ദൈവം പറഞ്ഞത് ഇങ്ങനെ മദർഹുഡിലേക്ക് പോകാന്നുള്ളതാണ്. ആൻഡ് ഷീ ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ്. അതൊരു ചാലഞ്ചിങ് ഒരു ഇൻസ്പിറേഷനാണ്. Yes, like you're not called to be successful. You're called to be holy, അല്ലേ? ഐ തിങ്ക് ആക്ച്വലി നമ്മളെ പഠനത്തിൻ്റെയൊക്കെ തന്നെ എല്ലാവരുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല മാർക്ക് സ്കോർ ചെയ്യണം, നല്ല ജോലി കിട്ടണം, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം. പക്ഷെ ആക്ച്വലി ദൈവം ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഓരോ പഠനം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളെ വിശദീകരിക്കുന്നതായിരിക്കണം. സോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്കെപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം, ദൈവത്തിൻ്റെ ഹിതപ്രകാരവും ചെയ്യാം. സോ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ ആക്ച്വലി അത് നാശത്തിലേക്ക് തന്നെ പോവുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ വിശദീകരിക്കും. ഇപ്പോൾ ലോകം പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇഫ് യു ടേക്ക് ഓൺടർപ്രണർ, സക്സസ്ഫുൾ മില്യണേഴ്സ്, സെലിബ്രിറ്റീസ് ഒക്കെ എടുത്ത് തന്നെ എന്തിനാണത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ കോമൺ ആയിട്ട് പറഞ്ഞൊരു പോയിന്റ്, അവർക്ക് ഫിനാൻഷ്യലി ഫ്രീഡം കിട്ടണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. Actually, they are doing some good to get something good. അതെ, അത് പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സെൽഫ് ഓറിയന്റഡ് ആണ് സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും. ദൈവത്തിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ കോൾ അങ്ങനെയല്ല. വി ആർ കോൾ ടു ഗോഡ്സ് വിൽ. അപ്പോൾ അതാണ് വിശുദ്ധരെ ചെയ്തത്, നമ്മൾ അതിനാണ് വിളിക്കപ്പെട്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കാണ്ടിരിക്കുക. യേശുവിനെ ഉപേക്ഷിച്ചിട്ട് സാധാരണ ജീവിതം നയിച്ചു. യേശുവിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനകത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം കാര്യങ്ങൾ ദൈവം തന്നോളും, അത് നമ്മൾ ഫോളോ ചെയ്തോളും. സക്സസ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരും. സെയിൻസിന്റെ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്. മദർ തെരേസയുടെ ഒരു കോട്ട് ഉണ്ടല്ലോ, God does not want you to be successful, but he wants you to be faithful. So if you are faithful, നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ സക്സസ് വിൽ ഫോളോ. ഇപ്പോൾ മദർ തെരേസയുടെ ഹിസ്റ്ററി എടുത്ത് നോക്ക്. ഷി സ്റ്റാർട്ടഡ് വിത്ത് നത്തിങ്, ജസ്റ്റ് 5 rupees തുടങ്ങിയതാ. ഇപ്പോഴത്തെ whole world missionaries of charities is even after her death. Exactly. Even won the Nobel Prize for Peace, right? Peace, exactly. Yeah. അതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസി ഇപ്പോൾ മരിച്ചിട്ട് എത്ര വർഷങ്ങളായി. ആ അസീസി തുടങ്ങിയ ആ സഭയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടൈമിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സെയിൻ്റ് ആയ പാദ്രേപ്പിയെ പോലും ഫ്രാൻസിന്റെ താഴ്ത്തോട്ട് വരുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രീസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. മരിച്ചിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷം. അതെ, ഈവൻ ആഫ്റ്റർ ഡെത്ത്, ബാക്കി നമ്മൾ മരിച്ചു കഴിയുമ്പോഴേക്കും തീർന്നു. പക്ഷേ ഈവൻ ആഫ്റ്റർ ഡെത്ത് their blessing is flowing through the world എന്നുള്ള കാര്യം. അതാണ് ആക്ച്വലി ബീങ് ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞത്. ഇപ്പൊ സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും സെൽഫ് ഓറിയന്റഡ് ആണ്. അല്ലെങ്കിൽ ഹൗ മച്ച് മണി യു ഹാവ്, വാട്ട് കാർ ആർ യു ഡ്രൈവ്, എത്ര വലിയ വീടുണ്ട്, വെക്കേഷനൊക്കെ എവിടെയാണ് പോകണം, US ആണോ, എല്ലാം അബൌട്ട് മൈ ഇൻട്രസ്റ്റ്, എൻ്റെ ആ കാര്യങ്ങളാണ്. സെയിൽസ് അങ്ങനെയല്ല ജീവിച്ചത്.
they live for Person-centered life others. and- Yeah. Yeah. ഇപ്പോൾ ഡോൺ ബോസ്കോയുടെ ഒരു ഇൻസിഡന്റ് നെയ്മ് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാമോ? കുഞ്ഞായിരിക്കുമ്പോൾ Yeah, Don Bosco, when he was small, he always liked kids. ഫ്രണ്ട്സ് ആകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എക്സ്പെഷ്യലി പുള്ളിക്കാരൻ്റെ ആ ഒരു സമയത്ത് ഇൻ ഇറ്റലി there were a lot of kids who were like homeless and they were not good kids. They were very bad and അവർക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ കീറിയിരിക്കുക ഒരു സ്ട്രേ പിള്ളേർ പോലെയായിരുന്നു. All those kids were there with Don Bosco. And his intention at that age, probably I think 12, ഒരു starting of teenage age, he wanted to be with them, he wanted to help them. അപ്പം അങ്ങനെ പക്ഷേ when you look from outside, they're all bad people and his mom was like, നീ പോകാൻ പാടില്ല, അവർക്ക് നല്ല പിള്ളേരെന്നല്ല. പക്ഷേ he said one very striking point, it still strikes me, is that's because they don't have a mom. അവർ അത്ര ബാഡ് ഒന്നല്ല, they're not born bad or anything. It's just that അവർക്ക് എൻ്റെ പോലെ ഒരു അമ്മയില്ല സ്നേഹിക്കാൻ. So his mission was that, and that's how we get the entire Salesians എന്ന് പറഞ്ഞൊരു order was started by John Bosco. He was a saint, mainly you can call for the youthന് വേണ്ടി ഇറങ്ങി പോയ ഒരു ആള്. Yeah, exactly. And these movements, ഈ സെയിൻസ് സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ, റൈറ്റ്? Exactly. അതൊരു പ്രൂഫാണ്, ആക്ച്വലി ഫിസിക്കൽ പ്രൂഫാണ്. ദെയർ ഫ്രൂട്ട്ഫുൾനെസ് ആണ് They are the right wealthy, call. they are Yeah. successful, and even they are fruitful എന്നുള്ളതാണ്. Yeah, even their incorrupted bodies, physical proof. Even normal worldly successful people, tombs നോക്കി കഴിഞ്ഞാൽ we can see that success, right? Exactly. So the world will tell, success is the limit. So does being successful actually make you happy? അതാണ് ലിമിറ്റ്. സക്സസ്ഫുൾ ആയ നീ അല്ല ആയി തീർന്നു, that's it, you have lived your life to the ultimate peak. ആണോ? Is that what you guys all think? Is that what the world tells us? Let's just take a look at some of our famous people who were successful. Let's see how their life was. When How I Met Your Mother first went on the air, I ran into an actress that I knew, and she said, "Are you just like so happy all the time?" Why am I unhappy? Okay, Stephanie Gaga hybrid person. Why are you unhappy? Why is it that you want to quit music? And I remember thinking like, oh, that sitcom's coming. Like that sitcom, it's coming. And when I got it, I mean, I won't say it was a depression, but you kind of go through a disappointment because that fame or that thing didn't satisfy the way you thought it was going to satisfy. I had bought into the not uncommon notion that when I taste success, when I get over there, then I'll be happy. But the strangest thing happened. As the show got more successful, I got more depressed. I had everything a man could want, even then. I was a millionaire. I had beautiful women in my life. I had cars, a house, an incredible, a solid gold career, and a future. And yet, on a daily basis, I wanted to commit suicide. As a Beatle, we made it, and there was nothing to do. We had money, we had fame, and there was no joy. The media told me every day, and it's telling you every day what it is to be successful. So you've got MTV Cribs, you've got billionaires in front of your face, you have these extrinsic, external goals that will say, oh, Tom Shadyac has arrived. He has the right house, the right car, he flies privately. And when I got there, it was empty. I was successful in the music business, I was successful in modeling, in television, in real estate. So I made all this money and I had all this success. And here I was going, okay, I still don't feel any different. We are told that if we're beautiful, if we're skinny, if we're successful, famous, if we fit in, if everyone loves us, that we'll be happy. But that's not entirely true. As you all saw, all these things it tells it will satisfy your hunger, but it won't. You just want to keep going again and again and again for this thing. It just keeps on, you just want to keep on getting it again and again, and the road that it ends to doesn't make you happy or anything, man. See, വീഡിയോയിൽ പറയുന്നു they are all successful people. അപ്പോൾ അവർ പറഞ്ഞു you have success, you have fame, so why aren't you happy എന്നുള്ള കാര്യമാണ്. സോ അവരെല്ലാവരും വിചാരിക്കുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഹാപ്പി ആണെന്നുള്ളതാണ്. പക്ഷേ the truth is they are not എന്നുള്ളൊരു കാര്യമാണ്. ഈവൻ നമ്മൾ കാണുന്നുണ്ട് മൈക്കിൾ ജാക്സൺ, we've heard the greatest pop singer of the century, but പുള്ളി മരിച്ചപ്പോൾ പോലും the last words he said to his doctors, I am lonely എന്നുള്ളതാണ്.
സോ ദ വേൾഡിൻ്റെ വിചാരത്തിൽ അവർ വിചാരിക്കുക അതായത് പണമുണ്ട്, ഫെയിം ഉണ്ട്, ക്യാഷ് ഉണ്ട്, എല്ലാം ഉണ്ട്, ബട്ട് ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി എന്നുള്ളതാണ്. പക്ഷേ ദ ലൈഫ് ഓഫ് ദീസ് പീപ്പിൾ പ്രൂവ് ദാറ്റ് they are not happy, they are not joyful in their life. Even it's not just at this present age stuff. Even Alexander the Great, he conquered almost the entire world, and then he came out and said when he's going to die, I take nothing with me, open my arms in my coffin, porthikku idam paranju. So he understood like nothing that you get in this world is what is going to satisfy you, or it's not enough, there's something else is there. Okay, so എനിക്ക് ഒരു I got a chance ഒരു മില്യണർ അടുത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നപ്പോൾ അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, മരണശേഷം ഹൗ ഡു യു സീ യുവർ സെൽഫ്? പുള്ളിക്കപ്പോൾ ഞാൻ ഐ എക്സ്പെക്ട് സം ഗുഡ് ആൻസർ. പുള്ളി പറഞ്ഞ വേറെ ഒന്നുമല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഐ ജസ്റ്റ് വോണ്ട് ടു ബി ഹാപ്പി, ഫാമിലി ഹാപ്പി ആയിരിക്കണം. അപ്പം മരണശേഷം അല്ലെങ്കിൽ എന്താകണം, പുള്ളിയുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും പുള്ളിക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. മില്യണയറാണ്, ലാംബോർഗിനി ഉണ്ട്, മില്യൺസ് ഓഫ് റുപ്പീസിൻ്റെ വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഭയങ്കര മരണത്തിന് ശേഷം ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെയാണ് സെയിൻസിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വി ആർ സ്പിരിച്വൽ ബീങ്സ്. നമ്മൾ ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് ഇസ് സ്റ്റിൽ ലിവിങ്. സോ നമ്മുടെ എയിം അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റേണിറ്റിയാണ്, ടു ഹെവൻ. സോ അത് ലക്ഷ്യമാക്കി ജീവിക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മൾ പറയുന്നതല്ലേ, ലോകം പറയുന്നത് നമ്മളോട് സക്സസ്ഫുൾ ആവാനാണ്, ബട്ട് ഗോഡ് വാണ്ട്സ് us to be fruitful എന്നുള്ളതാണ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈവൻ ആഫ്റ്റർ ഡെത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട്, ഇറ്റ് ഗിവ്സ് ബ്ലെസ്സിങ് ടു പീപ്പിൾ അറൗണ്ട് us. ഇവൻ കൊച്ചുത്രേസി ഒരു കാര്യം പറയുന്നുണ്ട്, ഷീ സേസ് ലൈക്ക് ഈവൻ ആഫ്റ്റർ ഡെത്ത് in heaven I will be doing good in this earth. There the fruit keeps on going. നമ്മളിപ്പോൾ മൈക്കിൾ ജാക്സന്റെ മരണ എന്താ പറയുക കോഫിൻ്റെ ഞാൻ ഓർക്കുന്നുണ്ട്, ഭയങ്കര ഗോൾഡ് ഭയങ്കര എക്സ്പെൻസീവ് കോഫിലാണ് പുള്ളി അടക്കിയത്. പക്ഷെ ഇപ്പം എത്ര പേര് അവിടെ പോകുന്നുണ്ട്? ചിലപ്പോൾ പോകുന്നത് മൈക്കിൾ ജാക്സനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, സ്നേഹം കൊണ്ടായിരിക്കാം. ഹി വാസ് എ ഗുഡ് സിംഗർ, ദാറ്റ്സ് ഇറ്റ്. ബട്ട് ഇസ് ദെയർ എനിത്തിങ് ഹാപ്പനിങ് ആഫ്റ്റർ ഹിസ് ഡെത്ത്? അവിടെയാണ് നമ്മളിപ്പോൾ അൽഫോൺസ് നമ്മുടെ കബറിടം നോക്കിക്കഴിഞ്ഞാൽ തൗസൻഡ്സ് മില്യൺസ് ആർ കമ്മിങ് ദെയർ. ഇത്ര വർഷങ്ങൾക്ക് ശേഷം പീപ്പിൾ ആർ ഗോയിങ് ടു ഗെറ്റ് സംതിങ് ഫ്രം ഹർ. ലൈക്ക് അത്രയും ഗ്രേസ് നമുക്ക് കിട്ടുന്നുണ്ട്, അത്രയും ഫ്രൂട്ട്ഫുൾ ആണ്. വാസ് ഹർ ലൈഫ്, ഇസ് ഹർ ലൈഫ് ആൻഡ് സ്റ്റിൽ വിൽ ബി. The objects they use relics. സെയിന്റ് ജോൺ ബോസ്കോയുടെ കാര്യം പറയുകയാണെങ്കിലും he started learning new things like juggling പഠിക്കാൻ നോക്കി, and even he tried to do magic circus shows. Why? It's not for him to gain anything, but to reach out to the people, attract them and bring them back to who they were called to be. That is a very big ഒരു സാക്രിഫിഷ്യൽ ലവ് പോലെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഓർക്കണത് ബ്ലെസ്ഡ് കാർലോസ് അക്യൂട്ടിസ് ആണ്. ഭയങ്കര യങ് ഏജിൽ തന്നെ മരിച്ചു. പക്ഷേ ഹി ഹാഡ് ദിസ് ടാലൻറ്റ്, കോഡിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കാത്തലിക് കിർസിനെ പറ്റി. അപ്പോൾ അത് പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി ആ ടാലൻറ്റ് യൂസ് ചെയ്യാണ്. സോ യു ആർ യൂസിങ് യുവർ ടാലൻറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇന്ത്യ സെയിൻറ്റ്ഹുഡിലേക്ക് വരുന്നൊരു വ്യക്തിയാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു സെയിൻറ്റും കൂടിയാണ്. അങ്ങനെ നമ്മുടെ ബാക്കി മൈക്കിൾ ജാക്സന്റെ അടുത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സോ ഇത് പറഞ്ഞപ്പോഴെനിക്ക് ജോൺ 15:16 പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അതായത് നിങ്ങൾ പോയി അനേക കാലം നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ. സോ ഇതാണ് ദൈവം നമ്മൾ അൾട്ടിമേറ്റ്ലി വിളിച്ചിരിക്കുന്നത്. അതായത് ആർ ലൈഫ് ഷുഡ് നോട്ട് ബി റെസ്ട്രിക്റ്റഡ് ടു ദിസ് എർത്ത്ലി ലൈഫ്. ആർ ലൈഫ് ഷുഡ് കണ്ടിന്യൂ ഈവൻ ആഫ്റ്റർ ആർ ഡെത്ത്. അതിനാണല്ലോ നമ്മൾ സ്പിരിച്വൽ ബീയിങ് എന്ന് പറയുന്നത്. ഒരു ബൈബിൾ വേഴ്സ് ഉണ്ട്, നിങ്ങൾ സ്വർഗസ്നായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. ആക്ച്വലി വി ആർ കോൾ ടു ഡു ലൈക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴൊക്കെയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ആ സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ ആ ഫുൾനെസ്സിലെത്തുന്നതും ഈ സെലിബ്രിറ്റീസ് മിസ് ചെയ്യുന്ന ആ ജോയും പീസും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ തിങ് ഇസ്, അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ഇവൻച്വലി ദേ വിൽ ബി സക്സസ്ഫുൾ. അതാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ കാത്തലിക് ചേർച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രിഗേഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ ദേ ആർ ഫെയ്ത്ത്ഫുൾ ടു വാട്ട് ഗോഡ് ഹാസ് ഗിവൺ ടു ദം ആൻഡ് ദേ ആർ വെൽത്തിയസ്റ്റ്. ഇപ്പോൾ നമുക്ക് കാണാം, ദേ ആർ വെൽത്തി, ദേ ആർ സക്സസ്ഫുൾ, ദേ റീച്ച് ഓൾ അറൗണ്ട് ദ വേൾഡ്. സോ ആരും വിചാരിക്കരുത് ഇങ്ങനെ പോകുമ്പോഴേക്കും അപ്പോൾ സക്സസ്ഫുൾ ആവണ്ടേ. നമുക്ക് ഇപ്പോൾ ആദ്യം ചോദിച്ചില്ല, നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആവണ്ടേ എന്നൊക്കെ ചോദിക്കുന്നതല്ല. സക്സസ് എ ബൈ പ്രൊഡക്റ്റ്. ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ വിൽ ഇവൻച്വലി ബിക്കം സക്സസ്ഫുൾ എന്നുള്ളതാണ് കാര്യം. അൾട്ടിമേറ്റ്ലി ആഫ്റ്റർ ഡെത്ത് വിൽ ഹാവ് ടു ഫേസ് ഗോഡ്. അവിടെ വരുമ്പോഴത്തേക്കും സക്സസ്ഫുൾ ആയോ
ഇന്ന രാജ്യത്ത് പോയോ, ഇത്ര റാങ്ക് കിട്ടിയോ, അതൊന്നല്ല ദൈവം ചോദിക്കുന്നത്. ആക്ച്വലി നിഷാട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ആക്ച്വലി ഞാനൊരു ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഈ അടുത്ത്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യാൻ വിളിക്കപ്പെട്ടു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നോക്കുന്നത്. ആ ഒരു വീഡിയോ നമുക്ക് കാണാം. Question: what are you called to do? I ask that question because we won't be judged according to what we did in life, but rather what we were called to do in life. Imagine with me standing before the throne of God and a scenario like this occurred. Evangelist Anderson, come forth and give an account of your stewardship on earth. Evangelist Anderson? I'm not an evangelist. I'm an accountant. I had an accounting firm. I had Evangelist Anderson. Where are the 347,566 souls I called you to impact in Asia, son? Where are they? I'm an accountant. I had an accounting firm. I help churches. I help ministries with their finances, son. Where are the 347,566 souls in Asia I called you to impact? Son, where are they? Had you sought me, had you sought my face, I would have revealed this to you. Accountant Jones, step forward and give an account of your stewardship. Accountant Jones? No, I'm not. I pastored for 35 years. I had a membership of 750 people. Accountant Jones, I called you to the marketplace. Had you done this, you would have significantly impacted 2 people. You and those 2 men would have helped churches with their finances, and those churches would have impacted 751,321 souls. If you would have sought me, I would have revealed this to you. Sister Smith, come forth and give an account of your stewardship. I only raised 3 children. I never preached to nations. I never even been on a missionary trip. I only tried my hardest to raise my children in your way. Sister Smith, I never called you to preach to nations. I never called you to go to other countries on missionary trips. I called you to raise 3 children. And let me show you the 1,579,541 souls those 3 children impacted. You sought me and you heard my voice. You were obedient to my call. Well done, my good and faithful servant. Enter into the joy of your Lord. So remember, in regards to the calling that's on your life, you won't be judged according to what you did. You will be judged according to what you were called to do. സോ നമ്മൾ വീഡിയോ കണ്ട പോലെ, അതായത് ഗോഡ് ഇസ് നോട്ട് ഗോയിങ് ടു ജഡ്ജ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് യു ഡിഡ്, ബട്ട് ഹൂ യു വർ കോൾഡ് ടു ബി എന്നുള്ളതാണ്. Exactly, like that mom, her call was to be a mom itself. She was not supposed to go preach or anything. Greatest example we can give, influential mom of the whole world is Mother Mary, Jesus' mom, Mother of God. Her call was just to be a mom, and then look how many lives she has impacted.
അല്ലേ? ആക്ച്വലി നാഷണൽ ജിയോഗ്രഫി ചാനൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിസർച്ച് നടത്തി ടു ഫൈൻഡ് ഔട്ട് ഹൂസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വുമൺ ഇൻ ദിസ് വേൾഡ്. അത് എത്തിച്ചേർന്ന് റിസൾട്ട് വന്നത് മദർ മേരിയിലേക്ക് എത്തിച്ചേർന്നത്. Even she's still doing miracles and conversions. Exactly, Even in Guadalupe, Lourdes and Fatima, we can see that millions of people are getting converted free from slavery. Sicknesses, yeah. പക്ഷേ ഡ്യൂറിങ് ഹർ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ അത്ര എക്സ്ട്രോർഡിനറി ആയിട്ട് ഒന്നും സംഭവിച്ചില്ല. ഷി വാസ് എ വെരി സൈലന്റ് പേഴ്സൺ. ബട്ട് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയിൽ ഹൗ മച്ച് ഗോഡ് ഇസ് യൂസ്, എത്രത്തോളം ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് ആ കോളിനോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇരുന്നപ്പോൾ ഹൗ മച്ച് ഗോഡ് ഇസ് യൂസിങ് ഹർ നൗ എന്നുള്ള ഒരു കാര്യം. And also you can see the son that she brought into the world, Jesus Christ. From the world's point of view, he was a complete failure. Just 3 years he did his public ministry and he died, and nobody really liked him. They considered him to be a fool to do all these kind of things. But what he did, when he died on the cross, there's a Bible verse that says, the seed withered, only if it dies it will produce fruit. And that fruit is the Holy Catholic Church, where there are 1.3 billion Catholics in the entire world. One man's seed, one man's sacrifice that changed the whole world. But now people are coming to know that he is the most successful and the most fruitful person in the entire world. സോ നമുക്കറിയാം നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇനി എങ്ങനെ ആവേണ്ടതെന്നും കൂടെ നമുക്ക് മനസ്സിലായി. സോ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, ഒരു സത്യം അറിഞ്ഞതിൽ കൊണ്ട് മാത്രം കാര്യമില്ല. ഇറ്റ് ഇസ് നോട്ട് ഹൗ മച്ച് വി നോ. ഒരു സത്യം അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷേ ആ സത്യത്തിനോട് നമ്മൾ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റാൻ തയ്യാറാവുന്നു എന്നതിലാണ് കാര്യം. അല്ലെങ്കിൽ ആ സത്യം അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മേന്മയൊന്നും നമുക്കുണ്ടാവുന്നില്ല. സോ നമ്മുടെ ഡിസ്കഷൻ ഏകദേശം തീരാറായി. സോ ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ നൽകുകയാണ്. നിങ്ങൾ ഇത്രയും കേട്ട് സക്സസ്ഫുൾ ആവുന്നതാണോ നല്ലത്, അതോ ഫ്രൂട്ട്ഫുൾ ആവുന്നതാണോ നല്ലത്? സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.